മുതലാളിത്തത്തിൻ്റെ ഉപോൽപ്പന്നമാണ് ജനാധിപത്യം. മുതലാളിത്ത വ്യവസ്ഥയിൽ നിന്നാണ് ജനാധിപത്യം ഉണ്ടാകുന്നത്. ഫ്യൂഡൽ സൊസൈറ്റിയിൽ നിന്ന് ഒരിക്കലും ജനാധിപത്യം ഉണ്ടാവില്ല. ഫ്യൂഡലിസമാണല്ലോ ആദ്യം ഉണ്ടായിരുന്നത്. അത് നാടുവാഴി വ്യവസ്ഥ. അതിനുശേഷം ഉദാഹരണത്തിന് ഇറ്റലി, ഫ്രാൻസ്, ഓസ്ട്രിയ, കത്തോലിക്ക മതം പിന്തുടരുന്ന രാജ്യങ്ങൾ. നേരെ മറിച്ച് യൂറോപ്പിൻ്റെ മറുഭാഗത്ത്, ഇത് തെക്ക് ഭാഗത്താണ്, വടക്ക് ഭാഗത്തുള്ള രാജ്യങ്ങൾ, നെതർലൻഡ്സ്, അതുപോലെ ജർമ്മനി, ഇംഗ്ലണ്ട്, ഇതൊക്കെ പ്രൊട്ടസ്റ്റൻ്റ് രാജ്യങ്ങളാണ്. പ്രൊട്ടസ്റ്റൻ്റ് രാജ്യങ്ങളിലാണ് ജനാധിപത്യം ഉണ്ടാകുന്നത്. മറ്റിടത്ത് രാജവാഴ്ചയായിരിക്കും, അല്ലെങ്കിൽ പ്രമുഖന്മാരുടെ ഭരണമായിരിക്കും. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ അത് ഫ്യൂഡൽ സൊസൈറ്റിയാണ്. ഫ്യൂഡലിസത്തിൻ്റെ ഭരണക്രമമാണ് രാജഭരണം. ഫ്യൂഡലിസമാണ്. ഒരു രാജാവിൻ്റെ കീഴിൽ പ്രമുഖന്മാർക്ക് പ്രത്യേകമായ അവകാശങ്ങൾ, അവരുടെ കീഴിൽ കർഷകർക്ക് താഴെ അടിയാന്മാർ, സർഫ്. ഇതാണ് ഫ്യൂഡലിസം. ഈ അടിയാന്മാരെ അധ്വാനിക്കുന്നു, അവരുടെ അധ്വാനത്തെ പ്രമുഖന്മാർ ചൂഷണം ചെയ്യുന്നു. അതുപോലെ തന്നെ പുരോഹിതന്മാരും ചൂഷണം ചെയ്യുന്നു. ക്ലർജി, അത് ചൂഷണത്തിൽ അധിഷ്ഠിതമാണ്. ആദ്യം അധ്യാത്മ ചൂഷണമാണ്. അതിൽ ഡെമോക്രസി വരില്ല. ഡെമോക്രസി ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഈ സിസ്റ്റം ഇങ്ങനെ നിൽക്കണം. ഈ സിസ്റ്റം മതത്തിൻ്റെ സ്വാധീനം വളരെ കൂടുതലായിരിക്കും. ഇത് ഈ ചൂഷണത്തിൻ്റെ ഫ്യൂഡൽ സിസ്റ്റത്തിൽ നിന്നാണ് കത്തോലിക്ക മതവും രാജാധിപത്യവും ഉണ്ടാകുന്നത്. കത്തോലിക്ക മതത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് കംപ്ലീറ്റ് ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. മുകളിൽ മാർപ്പാപ്പയുടെ താഴെ കർദിനാളുടെ താഴെ ആർച്ച് ബിഷപ്പിൻ്റെ സാധാരണ ബിഷപ്പ്, അതിൻ്റെ താഴെ സാധാരണക്കാരെ അച്ഛന്മാർ, കന്യാസ്ത്രീകൾ. ഈ ഭൂസ്വത്തുക്കൾ മുഴുവൻ ഇവരുടെ കയ്യിലാണ്. ഭൂസ്വത്തുക്കളും പണവും. ഏറ്റവും അടിയിൽ വിശ്വാസികൾ ഒരു അധികാരമില്ല. അവരെ പിഴിഞ്ഞിട്ട് അവരുടെ ചോര കുടിച്ചിട്ടാണ് ഈ മതമേലധ്യക്ഷന്മാർ ജീവിക്കുന്നത്. അപ്പോൾ ഒരു കത്തോലിക്ക ദേവാലയത്തിൽ പോയാൽ നമ്മൾ അന്തപ്പെട്ടു പോകും. ഫ്രാൻസിലോ അല്ലെങ്കിൽ ഇറ്റലിയിലോ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കലാസൃഷ്ടികൾ, മൈക്കലാഞ്ചലോ വരച്ച ചിത്രം, ഈ മൈക്കലാഞ്ചലോയുടെ ചിത്രത്തിൻ്റെ പുറകിലും മറ്റേ പാവപ്പെട്ടവൻ്റെ ചോരയും വേർപ്പും കണ്ണീരുമാണ്. ഏത് ഈ മനസ്സിലായില്ലേ? ഈ വെണ്ണക്കല്ലിൽ പടുത്തുയർത്തിയ പള്ളികളൊക്കെ ആരുടെ ചോര പോലെ നിൽക്കുന്നത്? അധ്വാനത്തിലാണ്. അത് അവിടെ പേരെ ചോദിച്ചിട്ടുണ്ടാവും. ലൂയി 14 പഠിച്ചത്, അല്ലെങ്കിൽ പോപ്പ് ലിയോ 12 പഠിച്ചത്. ഇത് അവൻ്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൈസ അല്ല, ഇവരാരും അധ്വാനിച്ചുണ്ടാക്കിയ കാശല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ രാജാധിപത്യത്തിലും അതും ഫ്യൂഡലിസത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് പറയാം. ഫ്യൂഡലിസത്തിൻ്റെ ഭാഗമാണ്. ഇനി മുതലാളിത്തത്തിലേക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ ഇതിന് ഒരു പ്രത്യേകത, ഈ ഫ്യൂഡലിസത്തിൽ അല്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസത്തിലൊരു പ്രശ്നം, ഈ പലിശ പാപമാണ്. പലിശ കൊടുക്കുന്ന പാപം, പലിശ മേടിക്കുന്ന പാപമാണ്, പലിശ കൊടുക്കുന്നതും പാപം. മറിച്ച് മറ്റേലേക്ക് വരുമ്പോൾ ക്യാപിറ്റലിസത്തിലേക്ക് മാറുകയാണ്, മുതലാളിത്ത സമൂഹത്തിലേക്ക് മാറുകയാണ്. മുതലാളിത്തത്തിലേക്ക് വരുമ്പോൾ പണം ഒരു ഘടകമാണ്. ആ പണം എവിടെ നിന്നുണ്ടോ? ആദ്യം തന്നെ ഇവർ ഈ സന്യാസാശ്രമങ്ങളും പള്ളികളും ഒക്കെ പിടിച്ചു വെച്ചിട്ടുള്ള വസ്തുക്കൾ ഏറ്റെടുക്കും. പണം വേണ്ട. പണം ഒരു ഘടകമല്ല. പണം ആ പൈസ എന്തിനു പോകും? ബിസിനസ്സിലേക്ക് പോകും. പക്ഷെ അതിൽ നിന്ന് എങ്ങനെയാണ് ഡെമോക്രസി? അത് എന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ പണത്തിൻ്റെ വിനിമയക്രമം മാറും. മനസ്സിലായി? അതനുസരിച്ച് പുതിയ ആശയങ്ങളുണ്ടായി. ഡെമോക്രസിയുടെ പ്രിൻസിപ്പിൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ്.